ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ചോക്ക് എന്ന കവിതയാണ് നോക്കാനായിട്ട് പോകുന്നത്. ആലോക് ദൻവയാണ് ഈ ഒരു കവിത രചിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാൽക്കവല, ഒരു ജംഗ്ഷൻ എന്നാണ് അർത്ഥം. ഇപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇതേ ഒരു ജംഗ്ഷനിൽ കുറേ ആളുകൾ റോഡ് ക്രോസ് ചെയ്യുന്നതും നല്ല തിരക്കുള്ളൊരു ജംഗ്ഷനാണ്, കുറേ വാഹനങ്ങൾ പോകുന്നുണ്ട്, ബിൽഡിങ്സ് ഒക്കെ കാണാം. അപ്പം ഇത്തരം ഒരു ജംഗ്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് കവിതയിലോട്ട് കടക്കാം. ഉൻ സ്ത്രീയോ കാ വൈഭവ് മേരെ സാത്ത് രഹാ ജിനോനെ മുझे ചോക്ക് പാർ കർന സിഖായ. അപ്പം ഉൻ സ്ത്രീയോ കാ, ആ സ്ത്രീകളുടെ, വൈഭവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹത്വം, മേരെ സാത്ത് രഹ എന്നോടൊപ്പം ഉണ്ട്, ജിൻഹോനെ മുझे ചോക്ക് പാർ കർന സിഖായ ആരാണോ എന്നെ ചോക്ക് എന്ന് വെച്ചാൽ എന്താണ്, ഈ ഒരു ജംഗ്ഷൻ പാർ കർണ വെച്ചാൽ ക്രോസ് ചെയ്യുക, സിഖായ എന്ന് വെച്ചാൽ പഠിപ്പിച്ചത്, സിഖാന എന്ന് വെച്ചാൽ പഠിപ്പിക്കുക, സിഖായ എന്ന് പറയുമ്പോൾ പഠിപ്പിച്ചത്. അപ്പം എന്നെ ആ ജംഗ്ഷൻ ക്രോസ് ചെയ്യാനായിട്ട് പഠിപ്പിച്ച സ്ത്രീകളുടെ മഹത്വം എന്നോടൊപ്പമുണ്ട്. മേരെ മൊഹല്ലെ കി ഥീ വേ ഹർ സുബ കാം പർ ജാത്തി ഥി. എന്റെ മൊഹല്ല, എന്റെ സ്ട്രീറ്റിലെ, ആ തെരുവിലെ തന്നെ സ്ത്രീകളായിരുന്നു അവർ. ഹർ സുബ കാം പർ ജാത്തി ഥി, എല്ലാ സുബ എന്ന് വെച്ചാൽ രാവിലെ, എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോകുമായിരുന്നു. മേരാ സ്കൂൾ ഉൻകെ രാസ്തേ മേ പഠിത്താ ഥ, എന്റെ സ്കൂള് ഇവര് ജോലിക്ക് പോകുന്ന വഴിയിലായിരുന്നു. രാസ്ത എന്ന് പറഞ്ഞാല് വഴി. അപ്പം ഇദ്ദേഹത്തിന്റെ, ഈ ഒരു പോയിറ്റിന്റെ സ്കൂള്, പോയിറ്റ് അന്ന് പഠിച്ചിരുന്ന സ്കൂള് ഇവര് ജോലിക്ക് പോകുന്ന വഴിയിലായിരുന്നു ഉണ്ടായിരുന്നത്. മാ മുझे ഉൻകെ ഹവാലെ കർ ദേത്തി ഥി. ഹവാലെ കർന്ന് വെച്ച് കഴിഞ്ഞാൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ അമ്മ ഇദ്ദേഹത്തെ എന്താണ്, ഈ രാവിലെ ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് തന്നെയുള്ള, അല്ലെങ്കിൽ ആ തെരുവിൽ തന്നെയുള്ള ജോലിക്ക് പോകുന്ന ഈ സ്ത്രീകളുടെ അടുത്ത് ഇദ്ദേഹത്തിന്റെ അമ്മ ഇദ്ദേഹത്തെ ഏൽപ്പിക്കുമായിരുന്നു. छुट्टी होने पर मैं उनका इंतजार करता था, उन्होंने मुझे इंतजार करना सिखाया. അങ്ങനെ छुट्टी होने पर വെച്ചാൽ ഈ സ്കൂള് വിടുന്ന സമയത്ത് അദ്ദേഹം എന്താ ചെയ്യുക, ഇവരിനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. इंतजार करना എന്ന് വെച്ചാൽ കാത്തു നിൽക്കുക എന്നുള്ളതാണ്. उन्होंने मुझे इंतजार करना सिखाया, അവരാണ് എന്നെ കാത്തു നിൽക്കാനായിട്ട് പഠിപ്പിച്ചത്. അപ്പോ इंतजार करना, പ്രതീക്ഷ करना എന്നൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ രാഹ് ദേഖ്ന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കാത്തിരിക്കുക എന്നുള്ളതാണ്. അവരാണ് എന്നെ എന്ത് പഠിപ്പിച്ചത്, കാത്തു നിൽക്കാനായിട്ട് പഠിപ്പിച്ചത്. അപ്പം ഇപ്പൊ നമ്മൾ പഠിച്ച ഈ ഒരു സ്റ്റാൻസയിൽ നിന്ന് പറയാനായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഇദ്ദേഹത്തിന് ഈ സ്ത്രീകൾ പഠിപ്പിച്ചത് എന്തൊക്കെയാണ്, റോഡ് ക്രോസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ജംഗ്ഷൻ ക്രോസ് ചെയ്ത് കടക്കാനായിട്ട് പഠിപ്പിച്ചു, പിന്നെ കാത്തിരിക്കാനായിട്ട് പഠിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ചുട്ടി ഹോന വെച്ച് കഴിഞ്ഞാല് ചില സമയത്ത് ഹോളിഡേ എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കും. പക്ഷെ ഇവിടെ കാത്തു നിൽക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ സ്കൂള് വിടുക എന്നുള്ള അർത്ഥത്തിലായിരിക്കണം ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ സ്ത്രീകളാണ് ഇദ്ദേഹത്തെ സ്കൂളിൽ കൊണ്ടുവിടാറുള്ളത്, അവിടേക്ക് ആക്കി കൊടുക്കാറുള്ളത്. അപ്പം അങ്ങനെ ഈ ജംഗ്ഷൻ ക്രോസ് ചെയ്യാനും അതുപോലെ തന്നെ കാത്തിരിക്കാനും അദ്ദേഹം പഠിച്ചു എന്നാണ് പറയുന്നത്. കസ്ബെ കെ സ്കൂൾ മേ മാനെ പെഹലി ബാർ ദാഖില ലിയാ ഥ. അങ്ങനെ കസ്ബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൗൺഷിപ്പ് ഏരിയ എന്ന് വെച്ചാൽ ചെറിയൊരു ടൗൺ പോലത്തെ സ്ഥലം തന്നെയാണ്. അങ്ങനെ അവിടത്തെ സ്കൂളില് മാനെ പെഹലി ബാർ ദാഖില ലിയാ ഥ, ദാഖില ലിന എന്ന് വെച്ചാൽ അഡ്മിഷൻ എടുക്കുക. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് അവിടത്തെ സ്കൂളില്, ഈ ഒരു ചെറിയ ടൗൺ പോലത്തെ ഏരിയയിലെ സ്കൂളില് അഡ്മിഷൻ എടുത്തത്. കുച്ച് ദിനോ ബാദ് മേ ഖുദ് ഹി ജാനെ ലഗ. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം, കുച്ച് ദിനോ ബാദ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തിന് ശേഷം, മേ ഞാന്, ഖുദ് ഹി ജാനെ ലഗ സ്വയം തന്നെ പോകാനായിട്ട് തുടങ്ങി. ഖുദ് എന്ന് വെച്ചാൽ അതാണ് സ്വയം, ജാനെ ലഗ പോകാനായിട്ട് തുടങ്ങി. ഓർ ഉസ്കെ ബി കുച്ച് ദിനോ ബാദ്, എന്നിട്ട് അവിടെ നിന്നും കുറച്ച് ദിവസത്തിന് ശേഷം, കൈ ലഡ്കെ മേരെ ദോസ്ത് ബൻ ഗയെ. കൈ എന്ന് വെച്ചാൽ അനേകം, അനേകം ആൺകുട്ടികൾ എന്റെ ദോസ്തായിട്ട് മാറി, എന്റെ ഫ്രണ്ടായിട്ട്, എന്റെ ഫ്രണ്ട്സ് ആയിട്ട് മാറി. തബ് ഹം സാത്ത് സാത്ത് കൈ ദൂസരെ രാസ്തോ സെ ബി സ്കൂൾ ആനെ ജാനെ ലഗെ. തബ് എന്ന് വെച്ചാൽ അപ്പോൾ, ഞങ്ങള് സാത്ത് സാത്ത് ഒപ്പം, ഒരുമിച്ച്, ഹം സാത്ത് സാത്ത് എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച്, കൈ എന്ന് വെച്ചാൽ അനേകം, ദൂസരെ രാസ്തോസെ മറ്റ് വഴികളിലൂടെ, സ്കൂൾ ആനെ ജാനെ ലഗെ സ്കൂളിലോട്ട് പോവാനും വരാനുമായിട്ട് തുടങ്ങി. അപ്പം എന്താണ്, ആദ്യം ഒറ്റയ്ക്ക് സ്കൂളിലോട്ട് പോകാൻ തുടങ്ങി, പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയപ്പോൾ സാധാരണ പോകുന്ന വഴിയിലൂടെ അല്ലാതെ മറ്റ് പല വഴികളിലൂടെയും സ്കൂളിലോട്ട് പോവാനും വരാനൊക്കെ തുടങ്ങി. ലേക്കിൻ അബ് ബി ഉൻ തോടെ സെ ദിനോ കെ കൈ ദശകോ ബാദ് ബി.
जब कभी मैं किसी बड़े शहर के बेतरतीब चौक से गुजरता हूँ उन स्त्रियों की याद आती है. लेकिन अब भी പക്ഷേ ഇന്നും അല്ലെങ്കിൽ ഇപ്പോഴും ഉൻ തോടെ സെ ദിനോ കെ കൈ ദശകോ ബാദ് ബി അന്ന് ഈ സ്ത്രീകൾ ഇദ്ദേഹത്തെ സ്കൂളിലോട്ട് ആക്കി കൊടുത്തിരുന്ന കുറച്ച് ദിവസങ്ങൾ, തോടേസി എന്ന് വെച്ചാൽ വളരെ കുറച്ച്, ദിനോക്കെ കുറച്ച് ദിവസങ്ങളുടെ, കൈ ദശകോ കെ ബാദ് ബി, ദശക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 10 വർഷത്തിനെയാണ് ദശക് എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിനെ ആ സ്ത്രീകൾ സ്കൂളിൽ കൊണ്ടുവിട്ടിരുന്ന ആ ഒരു കാര്യം കഴിഞ്ഞിട്ട് എന്താണ്, ഒരുപാട് ദശകങ്ങൾ കഴിഞ്ഞിട്ടും ജബ് കബി മേ കിസി ബഡേ ഷെഹർ കെ ബേതർത്തീബ് ചോക്ക് സെ ഗുസർത്താ ഹൂം, എപ്പോഴെല്ലാം, ജബ് കബി എന്ന് വെച്ചാൽ എപ്പോഴെല്ലാം, മേ ഞാൻ, കിസി ബഡേ ഷെഹർ കെ ഏതെങ്കിലും ഒരു വലിയ പട്ടണത്തിന്റെ, ബേതർത്തീബ് ചോക്ക് സെ ഗുസർത്താ ഹൂം, ബേതർത്തീബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺകൺട്രോളബിൾ ആയിട്ടുള്ള, നിയന്ത്രണമില്ലാത്ത, ചോക്ക് സെ ജംഗ്ഷനിലൂടെ, ഗുസർത്താ ഹൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടന്നു പോകുമ്പോൾ, ഉൻ സ്ത്രീയോ കി യാദ് ആത്തി ഹെ, ആ സ്ത്രീകളുടെ ഓർമ്മ വരും എന്നാണ് പറയുന്നത്. യാദ് എന്ന് വെച്ചാൽ ഓർമ്മ. അപ്പം ആ സ്ത്രീകൾ ഇദ്ദേഹത്തെ സ്കൂളിലാക്കി കൊടുത്തിരുന്നു. പക്ഷെ പിന്നീട് ഈ ഒരു ടൗൺ ഏരിയയിലെ സ്കൂളിലേക്ക് മാറി, പിന്നെ അദ്ദേഹം ഒറ്റയ്ക്ക് പോകാനായിട്ട് തുടങ്ങി, പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ പോകാനായിട്ട് തുടങ്ങി. ഇനിയിപ്പോ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തന്നെ എത്രയോ ദശകങ്ങൾ കടന്നുപോയി. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും എപ്പോഴെങ്കിലും ഇത്തരം ജംഗ്ഷനിൽ കൂടെ അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് എപ്പോഴും തന്നെ അന്ന് സ്കൂളിലേക്ക് കൊണ്ടുവിട്ടിരുന്ന, ആ ജംഗ്ഷൻ ക്രോസ് ചെയ്യിപ്പിച്ചിരുന്ന സ്ത്രീകളെ ഓർമ്മ വരും എന്നാണ് പറയുന്നത്. और मैं अपना दायां हाथ उनकी ओर बढ़ा देता हूँ और बाएं हाथ से उस स्लेट को संभालता हूँ जिसे मैं छोड़ आया था 20 बरसों के अखबार के पीछे. എന്നിട്ട് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, और मैं अपना दायां हाथ, എന്നിട്ട് ഞാൻ എൻ്റെ ദായാ ഹാത്ത് എന്ന് വെച്ചാൽ എൻ്റെ വലത് കൈ, ഉൻകി ഓർ അവരുടെ നേരെ, ഓർ എന്ന് വെച്ചാൽ ആ ഡിറക്ഷനിൽ എന്നാണ്, ആ ദിശയില്, ബഡാ ദേത്താ ഹൂ അവരുടെ നേരെ നീട്ടും, ബഡാന എന്ന് വെച്ചാൽ അതാണ് നീട്ടുക, ഓർ ബായേ ഹാത്ത് സെ എന്നിട്ട് എൻ്റെ ഇടത് കൈ കൊണ്ട്, ബായ ഹാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇടത് കൈ എന്ത് ചെയ്യും, ഓ സ്ലേറ്റ് കോ സംഭാൽത്താ ഹൂ ആ സ്ലേറ്റിനെ കറക്റ്റ് ആയിട്ട് പിടിക്കും. സംഭാലന എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത് പിടിക്കുക. എന്നിട്ട് എന്താ ചെയ്യുക, എൻ്റെ ഇടത് കൈ കൊണ്ട് ആ സ്ലേറ്റ് ഞാൻ ചേർത്ത് പിടിക്കും. ജിസേ മേ ഛോടായാ ഥാ 20 ബർസോ കെ അഖ്ബാർ കെ പീछे, ഏത് സ്ലേറ്റ് ആണോ ഞാൻ ഛോടായാ ഥാ ഞാൻ വിട്ടിട്ട് പോകുന്നത്, എവിടെ, 20 ബർസോ കെ അഖ്ബാർ കെ പീछे 20 വർഷം മുൻപുള്ള, അഖ്ബാർ എന്ന് വെച്ചാൽ ന്യൂസ് പേപ്പറിൽ വിട്ടിട്ട് പോകുന്നത്, ആ സ്ലേറ്റ് ഞാൻ ചേർത്ത് പിടിക്കും എന്നുള്ളതാണ്. ലാസ്റ്റത്തെ സ്റ്റാൻസ വായിക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരാനായിട്ട് സാധ്യത ഉണ്ട്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പണ്ട് ഈ സ്ത്രീകള് ഇദ്ദേഹത്തെ സ്കൂളിൽ കൊണ്ടുവിട്ടിരുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു, എന്ത്, ഒരു കൈയ്യ് ഈ സ്ത്രീകളുടെ നേരെ നീട്ടും, അപ്പൊ അവരത് പിടിച്ചിട്ട് ജംഗ്ഷൻ ക്രോസ് ചെയ്യിപ്പിക്കും, ഒരു കൈയില് സ്ലേറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അത് ഇപ്പോഴും അദ്ദേഹം ചെയ്യും എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇത്തരം ജംഗ്ഷനിലൂടെ പോകുന്ന സമയത്ത് അദ്ദേഹം ആ സ്ത്രീകളെ ഓർക്കുന്ന സമയത്ത് അറിയാതെ അദ്ദേഹത്തിന്റെ വലത് കൈ ആ സ്ത്രീകൾക്ക് നേരെ നീട്ടുകയും ഇടത് കൈ കൊണ്ട് അദ്ദേഹം 20 വർഷം മുൻപ് ആ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വെച്ച് ഉപേക്ഷിച്ച ആ ഒരു സ്ലേറ്റ് കയ്യിൽ പിടിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നും എന്നാണ് പറയുന്നത്. അപ്പം 20 വർഷമായി ഈ സംഭവമൊക്കെ കഴിഞ്ഞിട്ട്, പക്ഷെ ഇന്നും ഇത്തരം ജംഗ്ഷനിൽ കൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ജംഗ്ഷൻസ് ക്രോസ് ചെയ്യുമ്പോൾ അദ്ദേഹം ആ സ്ത്രീകളെ ഓർക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ആ 20 വർഷം മുൻപ് അദ്ദേഹം ആ സ്ലേറ്റും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരം സാഹചര്യങ്ങളിൽ ആ 20 വർഷം മുൻപ് മാറ്റിവെച്ച സ്ലേറ്റ് പോലും അദ്ദേഹം കയ്യിൽ പിടിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നാറുണ്ട് എന്നുള്ളതാണ്. കാരണം ആ മെമ്മറീസ് ഒക്കെ, ആ ഓർമ്മകളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ട്. ആ സ്ത്രീകൾ അന്ന് അദ്ദേഹത്തെ സ്കൂളിൽ പറഞ്ഞു വിട്ടുകൊണ്ടിരുന്ന സമയത്ത് അവര് അദ്ദേഹത്തെ പഠിപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇന്നും ഓർക്കുന്നുണ്ട്, അതിനെ വാല്യൂ ചെയ്യുന്നുണ്ട്, അവരെ ഇപ്പോഴും ബഹുമാനത്തോടു കൂടി കാണുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കവിതയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പോയറ്റിനെ കുറിച്ച് നോക്കാം. ആലോക് ധൻവ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം 2 ജൂലൈ 1948 ബീഹാറിലെ മുംഗേർ എന്ന് പറഞ്ഞ ജില്ലയിലാണ് ജനിച്ചത്. ആപ്കി പെഹലി കവിത ജനതാ കാ ആദ്മി സൻ 1972 में
പ്രകാശിത് ഹുയി. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതയായിട്ടുള്ള ജനതാ കാ ആദ്മി 1972 പബ്ലിഷ് ചെയ്യപ്പെട്ടത്. ദുനിയ റോസ് ബൻതി ഹെ 1998 ആപ്കാ കവിതാ സംഗ്രഹ ഹെ. ദുനിയ റോസ് ബൻതി ഹെ എന്നത് 1998 പബ്ലിഷ് ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു കവിതാ സംഗ്രഹമാണ്. ചോക്ക് ഇസ് സംഗ്രഹ കി കവിത ഹെ. ചോക്ക് എന്ന് പറയുന്നത് ഈ ദുനിയ റോസ് ബൻതി ഹെ എന്ന് പറയുന്ന കവിതാ സംഗ്രഹത്തിലെ ഒരു കവിതയാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ആപ്കോ पहल सम्मान, राहुल सम्मान, नागार्जुन सम्मान, फिराक गोरखपुरी सम्मान, गिरिजा कुमार माथुर सम्मान, भवानी प्रसाद मिश्र सम्मान, बिहार राष्ट्र भाषा परिषद का सम्मान आदि प्राप्त हुए हैं. അപ്പോൾ മേൽ പറഞ്ഞിട്ടുള്ള എന്താണ് പുരസ്കാരങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ചോക്ക് എന്ന് പറയുന്ന കവിത ദുനിയ റോസ് ബൻതി ഹെ എന്ന് പറയുന്ന 1998 പബ്ലിഷ് ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ കവിതാ സംഗ്രഹത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.